എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. അതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1 പിടി ചുവന്നുള്ളിയും 1 കുടം വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും 6 പച്ചമുളക് ചതച്ചെടുത്തതും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ബ്രൗൺ നിറമായിട്ട് കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ കുരുമുളക് പൊടി 2 സ്പൂൺ ഇറച്ചി മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കുക. അതിന് മുകളിലേക്ക് കുനുകുനാന്നരിഞ്ഞ സവാളയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ രുചിയൂറും ബീഫ് റോസ്റ്റ് തയ്യാറായി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് ഡേ, ടേക്ക് കെയർ.